നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അധ്യാപന മേഖലയിലുള്ള രണ്ട് നല്ല അവസരങ്ങളാണ്. അധ്യാപനം അല്ലെങ്കിൽ ടീച്ചിങ് മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട്, ടീച്ചിങ് ഈസ് ദ മദർ ഓഫ് ഓൾ പ്രൊഫഷൻസ്. എല്ലാ തൊഴിലുകളുടെയും എല്ലാ തൊഴിൽ മേഖലകളുടെയും മാതാവ് ആണ് അധ്യാപന മേഖല. കാരണം അധ്യാപകരാണ് മറ്റെല്ലാ തൊഴിൽ മേഖലയിലുള്ള പ്രൊഫഷണൽസിനെയും വാർത്തെടുക്കുന്നത്. ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ബിസിനസ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, മറ്റ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം വാർത്തെടുക്കുന്നത് അധ്യാപകരാണ്. അപ്പോൾ അധ്യാപകർ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഫഷനുകളുടെയും മാതാവാണ്, മദർ ഓഫ് ഓൾ പ്രൊഫഷൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഒരു ഫാസിനേഷൻ, ആ മേഖലയോടുള്ള ഒരു അഗൈതവമായ താല്പര്യമുള്ളവർ മാത്രമേ ടീച്ചിങ് മേഖലയിലേക്ക് പോകാറുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ വരുമ്പോൾ അത് ആദ്യം തന്നെ ഗ്രാബ് ചെയ്ത് അതിനൊന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കേരള PSC പബ്ലിക് സർവീസ് കമ്മീഷൻ കുറേയധികം മേഖലകളിൽ അധ്യാപകർക്ക് ഉള്ള അവസരങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആ അവസരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പറയുന്ന ഇൻഫർമേഷനുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെബ്സൈറ്റിലൊക്കെ പോയി ആ കാറ്റഗറികൾ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കുക. വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അവസരം, രണ്ടാമത് ഹൈസ്കൂൾ ടീച്ചർ അവസരം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് HSST എന്ന് പറയും. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനെ HSST എന്നുള്ള രീതിയിലാണ് അവർ അറിയപ്പെടുക, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ. അതുപോലെ തന്നെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ള നിലയ്ക്കാണ് 10th വരെയുള്ള ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനെ അവർ അറിയപ്പെടുക. അപ്പോൾ ഈ രണ്ട് കാറ്റഗറികളിലായിട്ടുള്ള അവസരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അവസരം പറയാം. അത് കുറേയധികം മേഖലകളിലുണ്ട്. ഫിസിക്സിലും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലുമുള്ള അവസരങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ച രണ്ടെണ്ണം. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. അതുപോലെ മറ്റ് മേഖലകളിലും ഹയർ സെക്കൻഡറിയിൽ അവസരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ PSCയുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണുക. അതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന കാറ്റഗറി ഉണ്ടോ എന്ന് നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഫിസിക്സിലെ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്, അതിൻ്റെ കാറ്റഗറി നമ്പർ 507/2024 എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനൊന്ന് പറയാം. ശമ്പള സ്കെയിൽ വരുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നേരിട്ട് PSC നടത്തുന്ന നിയമനവുമാണ്. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 20നും 40നും ഇടയ്ക്ക് പ്രായത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിനകത്ത് ഈ എലിജിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ, നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച് മറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 50% മാർക്ക് മിനിമം നേടിക്കൊണ്ട് ഫിസിക്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്കൊരു MSc ഉണ്ടായിരിക്കണം, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം 1-2 കാര്യങ്ങളൂടെ അവർ പറയുന്നുണ്ട്. ഇതല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച തുല്യതയുള്ള MSc ഫിസിക്സിന് തുല്യതയുള്ള മറ്റേതെങ്കിലും കോഴ്സുകൾ പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു BEd വേണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കൺസേൺഡ് സബ്ജക്റ്റ് വേണം, BEd ഇൻ ദ കൺസേൺഡ് സബ്ജക്റ്റ് വേണം. ഇനി ആ കൺസേൺഡ് സബ്ജക്റ്റിലെ BEd ഉള്ള കാൻഡിഡേറ്റ്സ് അവൈലബിൾ അല്ല എങ്കിൽ മറ്റേതെങ്കിലും BEd ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം BEd നിങ്ങൾക്ക് ഫിസിക്സിൽ തന്നെ ഒരു ബാച്ചിലർസ് ഇൻ എഡ്യൂക്കേഷൻ പ്ലസ് ഫിസിക്സിലൊരു ഗ്രാജുവേഷൻ, ഫിസിക്സിലൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡിഗ്രി ഫിസിക്സിലുണ്ടായിരിക്കണം, PG ഫിസിക്സിലുണ്ടായിരിക്കണം, നിങ്ങളുടെ BEdും ഫിസിക്സിലായിരിക്കണം. അപ്പോൾ ഇതാണ് ഫിസിക്സിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. ഞാനിതൊരു എക്സാമ്പിൾ പറയുന്നത്, മറ്റ് ഏതെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും വേണം, ഒരു BEdും നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്ത 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. BEd ഇല്ലാത്ത ഒരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾ BEd അല്ല പകരം മറ്റൊരു സർട്ടിഫിക്കേഷനാണ് ചെയ്തത്, അത് എലിജിബിൾ ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഞാനിതുപോലെ പല വീഡിയോ ചെയ്യുമ്പോഴും. അപ്പോൾ അതിനകത്ത് എനിക്കിവിടെ സജസ്റ്റ് ചെയ്യാനുള്ളത്, BEd ആണ് ഇവർ എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ
വേറെ ഒരു കാര്യം കൂടെ എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, നമുക്കറിയാവുന്ന NCERT നടത്തുന്ന ഏതെങ്കിലും ഒരു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. NCERTക്ക് കുറേ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർ നൽകുന്ന MSc എഡ്യൂക്കേഷൻ ഉണ്ട്. MSc എഡ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. MSc എഡ് എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഇൻ സയൻസ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് നൽകുന്നത് NCERTയുടെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനുകളാണ്. അപ്പോൾ അവിടെ ഈ MSc എഡ് കംപ്ലീറ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ അത് BEdന് ഇക്വലൻ്റ് ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യാം. ഇനിയും ഇത് കൂടാതെ മൂന്നാമതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടെ വേണം. നിങ്ങൾക്ക് കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം നടത്തിയിട്ടുള്ള ഒരു സെറ്റ് പരീക്ഷ നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്. അതായത് നാഷണൽ ലെവലിൽ നെറ്റ് പോലെ തന്നെ, അതായത് കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നിങ്ങൾക്ക് കയറാൻ നെറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യണം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അതുപോലെ ഹയർ സെക്കൻഡറി കേരളത്തിൽ നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ യോഗ്യതയും നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, സെറ്റ് ക്ലിയർ ചെയ്യണം. 2, നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിലൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം, അതിലൊരു PG ഉണ്ടായിരിക്കണം. അതുകൂടാതെ മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ അതേ വിഷയത്തിൽ തന്നെ ഒരു BEdും ഉണ്ടായിരിക്കണം, അതായത് ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷനും ഉണ്ടായിരിക്കണം. BEd ഇല്ല എങ്കിൽ MSc എഡ് പോലെയുള്ള കോഴ്സ് അവർ അംഗീകരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ മറ്റ് പല കാറ്റഗറികളിലേക്കും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ഒരു മേഖല ഞാൻ പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇത് ഓരോ സബ്ജക്റ്റിന് വേറെ വിളിക്കുക. മറ്റേ ഫിസിക്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സയൻസ് ഇങ്ങനെ വേറെ വിളിക്കാറുണ്ട്. അതും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും വ്യത്യസ്തമായി അവർ വിളിക്കാറുണ്ട്. 10th വരെയുള്ള ഹൈസ്കൂൾ ടീച്ചർ കാറ്റഗറിയിൽ, അതായത് മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കാൻ ഉള്ളത് അത് സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. അപ്പം ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ കുറേയധികം, അതായത് സയൻസിലും മാത്സിലും ഇംഗ്ലീഷിലും അങ്ങനെ പല സബ്ജക്റ്റുകൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതിലാണോ എലിജിബിൾ ആയിട്ടുള്ളത് അതിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. ഇതിൽ 41,300 മുതൽ 87,000 വരെയാണ് ബേസിക് പേ. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഏജ് ബിറ്റ്വീൻ 18 to 40, 18നും 40നും ഇടയ്ക്ക് പ്രായത്തിൽ വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസേൺഡ് സബ്ജക്റ്റിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ് മാത്രമല്ല 7 or 8 സബ്ജക്റ്റിൽ വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെയുള്ള അവസരങ്ങൾ ഇപ്പോൾ ഒരു ജംബോ റിക്രൂട്ട്മെൻ്റ് ആണ് PSC അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള അവസരം അതിലുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി, ഇപ്പം മാത്തമാറ്റിക്സ് ആണ് എങ്കിൽ ആ മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ഇവർ മാത്സിൻ്റെ കാര്യത്തിൽ മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പല കോഴ്സുകൾ അതിന് തുല്യതയുള്ളതെല്ലാം ഈക്വലായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ മാത്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഏതാണ്ട് ഒന്നായിട്ടാണ് അവർ കരുതിയേക്കുന്നത്. അപ്പോൾ മാത്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഗണിത ടീച്ചറായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ ഏതാണോ നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു BEd ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BT ഉണ്ടായിരിക്കണം, ബാച്ചിലേഴ്സ് ഇൻ ടീച്ചിങ്. അപ്പം ബാച്ചിലേഴ്സ് ഇൻ ടീച്ചിങ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കണം. ഡിഗ്രി ഉണ്ടായാൽ മതി, PG വേണമെന്ന് ഇല്ല. അതായത് BSc മാത്തമാറ്റിക്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എഡ്യൂക്കേഷൻ BEd മാത്തമാറ്റിക്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ ടീച്ചറായി അപ്ലൈ ചെയ്യാനുള്ള മിനിമം എലിജിബിലിറ്റി ആയി. അപ്പോൾ അക്കാഡമിക്കലി ഇത് രണ്ടുമാണ് ഹൈസ്കൂൾ ടീച്ചറിനുള്ള എലിജിബിലിറ്റി. ഒന്നാമത്തത് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതേ സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു BEd ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BT ബാച്ചിലേഴ്സ് ഇൻ ടീച്ചിങ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. ഇത് മാത്രം പോരാ, നിങ്ങൾ കേരളത്തിൽ ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ, ഞാൻ ആദ്യത്തെ കാര്യത്തിൽ ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിൽ സെറ്റ് എന്ന് പറഞ്ഞു, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതുപോലെ തന്നെ KTET എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് റീസെൻ്റ്ലി നടന്നിരുന്നു, കഴിഞ്ഞ വർഷമൊക്കെ നടന്നിരുന്നു. അപ്പം കേരള സംസ്ഥാനത്ത് നിങ്ങൾക്കൊരു ഹൈസ്കൂൾ ടീച്ചറാകാനുള്ള ഓപ്പർച്യൂണിറ്റി KTET എന്ന് പറയും, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഈ KTET എന്ന് പറയുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി 3 നിങ്ങൾ പാസ്സായിരിക്കണം. കാരണം കാറ്റഗറി 3 ഉണ്ടെങ്കിലേ നിങ്ങൾക്കൊരു ഹൈസ്കൂൾ ടീച്ചറാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാറ്റഗറി 3ൽ ഹൈസ്കൂൾ ടീച്ചറിനുള്ള എലിജിബിലിറ്റി ഉള്ള KTET നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് ഡിഗ്രി
കൺസേൺഡ് സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം, അതിലൊരു BEd അല്ലെങ്കിൽ BT ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്ക് ധൈര്യമായി അപ്ലൈ ചെയ്യാം. 18-നും 40-നും ഇടയ്ക്ക് പ്രായം കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിതിനുള്ള എല്ലാ എലിജിബിലിറ്റി ആയി. അപ്പോൾ ഈ കാറ്റഗറികളൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ജംബോ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് കേരള PSC നടത്തിയ ഒരു ജംബോ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം keralapsc.gov.in വെബ്സൈറ്റ് എടുക്കുക. നിങ്ങൾ ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണ് എങ്കിൽ നിങ്ങളുടെ ലോഗിൻ പോർട്ടലിൽ നിങ്ങളുടെ എലിജിബിലിറ്റിക്കകത്ത് ഈ പറയുന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന് കിടക്കും. അതിനകത്ത് നിങ്ങൾ സൂക്ഷ്മമായി നോക്കി ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്നത് അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അത് ചെയ്തിട്ടില്ല എങ്കിൽ keralapsc.gov.in അതെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫ് വേണം. അതിൽ നിങ്ങളുടെ ഏജ് ഒക്കെ അത് എന്നാണ് എടുത്തത് എന്നൊക്കെ എഴുതേണ്ട ഒരു ഫോർമാറ്റൊക്കെ അവർ പറയുന്നുണ്ട്. അത് കൃത്യമായി അതനുസരിച്ച് തന്നെ ഒന്ന് ചെയ്യുക. അതനുസരിച്ച് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് 10th മുതലുള്ള 10th-ൻ്റെ +2-ൻ്റെ ഡിഗ്രിയുടെ PGയുടെ എല്ലാ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ അനുബന്ധ ഡോക്യുമെൻറ്റ്സ് അവർ കുറേ എണ്ണം പറയുന്നുണ്ട്. നിങ്ങളുടെ ID പ്രൂഫ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നേരത്തെ പറഞ്ഞ പോലെ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം അപ്ലോഡ് ചെയ്ത് 1 ടൈം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ അങ്ങ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ള ഏത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണമെങ്കിലും നിങ്ങൾ ഓരോ ഡീറ്റെയിൽസും കൊടുക്കണ്ട. നിങ്ങൾ ജസ്റ്റ് അപ്ലൈ നൗ ബട്ടൺ അങ്ങ് ഹിറ്റ് ചെയ്ത് അത് കൺഫേം ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് നേരിട്ട് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പരീക്ഷാ തീയതി എന്നാണോ അത് അറിയിക്കുന്നതനുസരിച്ച് ആ എക്സാം സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് പരീക്ഷ എഴുതി. PSCയുടെ ഒരു രീതി അതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ടീച്ചിങ് മേഖലയിൽ 1-2 ഓപ്പർച്യൂണിറ്റി അല്ല ഉള്ളത്, വളരെ കൂടുതൽ അവസരങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഏത് സബ്ജക്റ്റ് BEd കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടീച്ചിങ്ങിലേക്ക് അഭിനിവേശമുള്ളവരാണെങ്കിലും നിങ്ങൾക്കുള്ള അവസരങ്ങൾ വളരെയധികം കേരള PSC വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29-ാം തീയതിയാണ്, ബുധനാഴ്ച 29/1, അതായത് ജനുവരി 29-നുള്ളിൽ അർദ്ധരാത്രിക്കുള്ളിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മികച്ച അവസരമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പാഷനേറ്റ് ആയിട്ടുള്ളവർ മാത്രം പോകുന്ന ഒരു മേഖലയാണ്. ആ മേഖലയോടുള്ള സ്നേഹം കൊണ്ട് വരുന്നവരാണ് അവിടെ ഉള്ളവരിൽ ബഹുഭൂരിപക്ഷം. ഇനി അതല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അങ്ങോട്ടേക്ക് വരാവൂ എന്ന് ഞാൻ ആ ഒരു ആംഗിളിലൂടെ പറയും. കാരണം ഭാവി തലമുറയെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ അധ്യാപകർക്കുള്ളത്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും മറ്റേത് തൊഴിൽ മേഖലയും പോലെയല്ല, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ വേണം അങ്ങോട്ടേക്ക് വരാൻ. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോസ് ഒന്നിലധികമോ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തും. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.